Today we discuss about gilt-edged securities. എന്താണ് gilt-edged security? നമുക്ക് gilt-edged securityനെ GSEC securities എന്ന് പറയാം. GSEC securities. Today we discuss about gilt-edged securities. അത് തന്നെയാണ് GSEC securities. എന്താണ് gilt-edged securities നോക്കാം. The government needs large amount of money to carry welfare activities. Government raises revenue by way of taxes and income from ownership of assets. അതായത് ഗവൺമെന്റിന് വലിയൊരു എമൗണ്ട് ഓഫ് മണി ആവശ്യമാണ് വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വെൽഫെയർ ആക്ടിവിറ്റീസിന് വേണ്ടി ഗവൺമെന്റിന് റവന്യൂ വേണം. അപ്പോൾ ഈ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് റവന്യൂ ആണ് ടാക്സ് നമുക്കറിയാം. അപ്പോൾ ഗവൺമെന്റ് ടാക്സ് ഫോമിലാണ് ജനങ്ങളിൽ നിന്ന് റവന്യൂ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റവന്യൂ യൂസ് ചെയ്തുകൊണ്ടാണ് ഗവൺമെന്റ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഗവൺമെന്റ് ബോറോയിങ് ഈസ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റി മാർക്കറ്റ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടാക്സ് മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഗവൺമെന്റ് മെയിനായിട്ടും ഗവൺമെന്റിന് ബോറോ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്നാണ് മെയിനായിട്ടും ഗവൺമെന്റ് ബോറോ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ക്യാരി ദിസ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഗവൺമെന്റ് റേസസ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ദിസ് സെക്യൂരിറ്റി. അപ്പോൾ ഈ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഗിൽറ്റഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഷോർട്ട് ടേം ഫണ്ടും അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ടും റേസ് ചെയ്യും. ഗവൺമെന്റിന് ഷോർട്ട് ടേം ഫണ്ടും വേണം, അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ട്സും ആവശ്യമാണ്. ദർ ആർ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ്. ഈ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഗിൽറ്റഡ് സെക്യൂരിറ്റി അത് തന്നെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ആണ്, വളരെയധികം റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ഇതിനെയാണ് നമ്മൾ ഗിൽറ്റഡ് സെക്യൂരിറ്റി, GSEC സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത്. ദിസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൊമിനന്റ് പാർട്ട് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റിലെ ഒരു മേജർ പാർട്ട് തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗിൽറ്റഡ് സെക്യൂരിറ്റി. Then features of government securities. Government securities are sovereign debt obligations of government of India, either central or any other authority of government. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഒരു ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ആണ് ഗവൺമെന്റിന്റെ, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗവൺമെന്റ് അതോറിറ്റീസിന്റെയോ ഒരു ഡെപ്റ്റ് ഒബ്ലിഗേഷൻ ആയിട്ടാണ് നമ്മൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന് പറയാം. ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ട്രഷറി ബില്ല്, ഗവൺമെന്റ് ഗ്യാരണ്ടീഡ് ബോണ്ട്സ്, ഇത്രയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ നമുക്കതിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ തന്നെ പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, പ്രൈമറി ഡീലേഴ്സ്, ഇവരെല്ലാം ഗവൺമെന്റ് സെക്യൂരിറ്റീസിലെ പാർട്ടിസിപ്പൻസ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, പ്രൊവിഡന്റ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനി, ദെൻ പ്രൈമറി ഡീലേഴ്സ്. ഇനി ഇഷ്യൂവേഴ്സ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് ആരൊക്കെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ തന്നെ സെമി ഗവൺമെന്റ് അതോറിറ്റീസ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ്, IDBI, IFCI, നബാർഡ്, ഹൗസിംഗ് ബോർഡ്സ്. അപ്പോൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂവേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ് അതോറിറ്റീസ് ലൈക്ക് മുനിസിപ്പാലിറ്റീസ്, IDBI, IFCI, നബാർഡ്, ഹൗസിംഗ് ബോർഡ്സ്, ഇവരൊക്കെയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് പാർട്ടിസിപ്പൻസ് ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്? നെക്സ്റ്റ് വൺ, ഡിനോമിനേഷൻ ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റി. സെൻട്രൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ മിനിമം ഡിനോമിനേഷൻ എന്ന് പറയുന്നത് ₹10,000 ആണ്. അതും അതിന്റെ മൾട്ടിപ്പിൾസുമാണ് അവിടെ സെക്യൂരിറ്റീസിന്റെ വാല്യൂ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ മിനിമം ₹1000 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ്. ഗവൺമെന്റ് ബോണ്ട്സ് ആണെങ്കിൽ മിനിമം ₹5,000 അതിന്റെ മൾട്ടിപ്പിൾസും. അപ്പോൾ അതാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഡിനോമിനേഷൻ. ദെൻ നമുക്ക് പ്രോസസ് ഓഫ് ഇഷ്യൂ ആണ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഇൻ ഓപ്ഷൻസ്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഓപ്ഷൻസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ യൂണിഫോം പ്രൈസ് ഓപ്ഷൻ, അതാണ് ഡച്ച് ഓപ്ഷൻ എന്നറിയപ്പെടുന്നത്. ദെൻ ഡിസ്ക്രിമിനേറ്ററി പ്രൈസ് ഓപ്ഷൻസ്. അപ്പോൾ പ്രോസസ് ഓഫ് ഇഷ്യൂ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഹാസ് ബീൻ ഇഷ്യൂഡ് ഇൻ ഓപ്ഷൻ ആണ്. ഓപ്ഷൻ വഴിയാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്ന് യൂണിഫോം പ്രൈസ് ഓപ്ഷനും, ഒരേപോലെ പ്രൈസ് സെയിം ആയിട്ടുള്ള യൂണിഫോം പ്രൈസ് ഓപ്ഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസ് ഓപ്ഷൻ, ഡിഫറെൻറ്റ് പ്രൈസുള്ള സെക്യൂരിറ്റീസ്, അതായത് ഡിസ്ക്രിമിനേറ്ററി പ്രൈസ് ഓപ്ഷൻ.
യൂണിഫോം പ്രൈസ് ഓപ്ഷൻ ഡച്ച് ഓപ്ഷൻ എന്നും ഡിസ്ക്രിമിനേറ്ററി പ്രൈസ് ഓപ്ഷൻ ഫ്രഞ്ച് ഓപ്ഷൻ എന്നും അറിയപ്പെടുന്നു. Then primary dealers. Primary dealers are important intermediary in the GSEC market. Primary dealers ഒരു GSEC മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർമീഡിയറി ആണ്. Then guidelines for primary dealers issued by RBI. അപ്പോൾ ഈ പ്രൈമറി ഡീലേഴ്സിന് വേണ്ട ഗൈഡ്ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് 1995 തൊട്ട്. ആക്ടേഴ്സ് അണ്ടർ റൈറ്റേഴ്സ് ഇൻ ദ പ്രൈമറി ഡെപ്റ്റ് മാർക്കറ്റ്. അവരൊരു അണ്ടർ റൈറ്റേഴ്സിൻ്റെ റോളാണ്, നമ്മൾ ഷെയർ മാർക്കറ്റിലുള്ള ഒരു അണ്ടർ റൈറ്ററുടെ റോളാണ് പ്രൈമറി ഡീലേഴ്സ് ഈ ഒരു മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. ആക്ട് ആസ് എ മാർക്കറ്റ് മേക്കർ ഇൻ ദ സെക്കൻഡറി ഡെപ്റ്റ് മാർക്കറ്റ്. സെക്കൻഡറി ഡെപ്റ്റ് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് മേക്കറാണ് പ്രൈമറി ഡീലർ. ദെൻ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് ദ സിസ്റ്റം ഓഫ് പ്രൈമറി ഡീലേഴ്സ്. പ്രൈമറി ഡീലേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു മേജർ ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാനുള്ള റീസൺ? To strengthen the infrastructure in the government security market in order to make it vibrant, liquid and broad-based. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ കുറച്ചും കൂടെ ഇൻഫ്രാസ്ട്രക്ചർ സൈഡ് സ്ട്രെങ്തൻ ചെയ്യാനും നമ്മുടെ മാർക്കറ്റിനെ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആക്കാനും ലിക്വിഡ് ആക്കാനും ബ്രോഡ് ബേസ്ഡ് ആക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈമറി ഡീലേഴ്സിൻ്റെ റോള്. അതുപോലെ തന്നെ to develop underwriting and market making capability for government security outside the Reserve Bank. ഒരു മാർക്കറ്റ് മേക്കിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് മേക്കിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ അണ്ടർ റൈറ്റിംഗ്, ഇതിലെല്ലാം പ്രൈമറി ഡീലേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ദെൻ സെക്കൻഡറി മാർക്കറ്റ് ട്രേഡിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിലും, അതായത് ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യാം, അതുപോലെ മാക്സിമം ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യിക്കാം, ഇതിലും പ്രൈമറി ഡീലേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ദെൻ ഫോർ കണ്ടക്ടിങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടത്തുന്നതിൽ പ്രൈമറി ഡീലേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആണ്. ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നതിലും നമുക്കിവിടെ പ്രൈമറി ഡീലേഴ്സിൻ്റെ റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റി. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അത് തന്നെയാണ് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ GSEC സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇത് വളരെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വെൽഫെയർ ആക്ടിവിറ്റീസിലേക്ക് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട് കളക്ട് ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ് ആണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ടാക്സ് കൊണ്ട് മാത്രം ഗവൺമെൻറ്റിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഗവൺമെൻറ് നീഡ് സം അഡീഷണൽ റവന്യൂ. ആ അഡീഷണൽ റവന്യൂവിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ബോറോ ചെയ്യുന്നു. ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ് ടൂളാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള സെക്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ടും ഗവൺമെൻറ്റിന് റേസ് ചെയ്യാം. ഈ സെക്യൂരിറ്റീസ് എല്ലാം റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ആണ്. RBIയുടെ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്ന റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അത് തന്നെയാണ് നമ്മുടെ GSEC സെക്യൂരിറ്റി അല്ലെങ്കിൽ ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഡെപ്റ്റ് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ഉണ്ട്. പിന്നെ മെയിനായിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ട്രഷറി ബിൽസും അതുപോലെ തന്നെ ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ബോൺസും, ഈ 4 ഫോമിലാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ വരുന്ന പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളും പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ പ്രൈമറി ഡീലേഴ്സ്. പ്രൈമറി ഡീലേഴ്സാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് നോക്കിയത്. പിന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ വരുന്ന ഇഷ്യൂ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ സെമി ഗവൺമെൻറ് അതോറിറ്റി, മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ IDBI, IFCI, നബാർഡ്, ഹൗസിംഗ് ബോർഡുകൾ, അങ്ങനെയൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഡിനോമിനേഷൻ എത്രയാണ്, ഇതിൻ്റെ വാല്യൂ, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും റേറ്റ് എത്രയാണ് എന്നുള്ളത്, പർച്ചേസിങ് റേറ്റ്, അതാണ് ഡിനോമിനേഷൻ എന്ന് പറഞ്ഞത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റേറ്റ് പറഞ്ഞു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 10,000 മൾട്ടിപ്പിൾസും, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അതിന് 1000 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ്, ഗവൺമെൻറ് ബോൺസ് ആണെങ്കിൽ 5,000 ആണ് മിനിമം എമൗണ്ട്. ദെൻ നമുക്ക് അതിൻ്റെ പ്രൈമറി ഡീലേഴ്സ് പ്രോസസ് ഓഫ് ഇഷ്യൂ പറഞ്ഞു അല്ലേ. പ്രോസസ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത് ഓപ്ഷൻസ് വഴിയാണ്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലേലം പോലെ, ലേലം ആയിട്ട് ഒരു ഓപ്ഷൻസ് വഴിയാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. 2 ടൈപ്പ് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് യൂണിഫോം പ്രൈസ് ഓപ്ഷൻ. അപ്പോൾ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു റൈവൽറി ഇല്ല, ഒരു യൂണിഫോം ആയിട്ട് എല്ലാം സെയിം പ്രൈസുള്ള സെക്യൂരിറ്റീസ്. യൂണിഫോം പ്രൈസ് ഓപ്ഷൻ, അതാണ് ഡച്ച് ഓപ്ഷൻ എന്നറിയപ്പെടുന്നത്.
അതുപോലെ ഡിസ്ക്രിമിനേറ്ററി പ്രൈസ് ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഫ്രഞ്ച് ഓപ്ഷൻ എന്നും അറിയപ്പെടുന്നത്. പിന്നെ പ്രൈമറി ഡീലേഴ്സ്, നമ്മുടെ പാർട്ടിസിപ്പൻസിൽ മെയിൻ ആയിരുന്നു പ്രൈമറി ഡീലേഴ്സ്. അവനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രൈമറി ഡീലേഴ്സിന് ഈ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഗവൺമെൻറ് സെക്യൂരിറ്റി അല്ലെങ്കിൽ G-Sec സെക്യൂരിറ്റീസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണും. ഓക്കെ, താങ്ക് യു.